നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് വെയിറ്റ് റിഡക്ഷനും അതുപോലെ തന്നെ ഹെൽത്തിയർ ആയിട്ട് നിങ്ങൾ ഇരിക്കാനും പറ്റിയ ഒരു 5 ഹാബിറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഈ ഹാബിറ്റ്സ് നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെയധികം ഹെൽത്തിയർ ആയിട്ടും ഫിറ്റായിട്ടും സ്ലിം ആയിട്ടും ഒക്കെ ഇരിക്കും. നിങ്ങൾക്ക് വലിയ എഫോർട്ടൊന്നും വേണ്ടി വരില്ല. ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മീൽ ടൈമിംഗ് ആണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വെയിറ്റ് കൂട്ടുന്നത് ഏത് സമയത്ത് നമ്മൾ ഭക്ഷണം അധികം കഴിക്കുമ്പോഴാണ്? ഡിന്നർ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിക്കുക, ഡിന്നർ ഒരുപാട് ലേറ്റ് ആക്കുക, ഇത് മൂലമാണ് നമ്മുടെ വെയിറ്റ് വല്ലാണ്ട് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും ഡിന്നർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്നൊന്നും പറയുന്നില്ല. ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഡിന്നർ നിങ്ങൾക്ക് ഏത് ഫുഡും ആവാം, പക്ഷേ ലേറ്റ് ആക്കാൻ പാടില്ല. ഇനി പലരും എന്നോട് പറയുന്നുണ്ട്, വർക്കിംഗ് വുമൻസൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ പിന്നീട് കുക്ക് ചെയ്തൊക്കെ കഴിക്കാനായിട്ട് വല്ലാത്ത പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓഫീസിൽ നിന്ന് വരുന്ന ടൈം ഉണ്ടല്ലോ, രാവിലെ അത്യാവശ്യം ഫുഡ് കുക്ക് ചെയ്ത് വെച്ചിട്ട് പോവാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. പക്ഷേ ഓഫീസ് വിട്ട് വരുന്ന ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കഴിക്കുമല്ലോ, അത് ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ആവാതിരിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് നിങ്ങൾക്ക് ആ സമയത്ത് കഴിക്കാവുന്നതാണ്. ഒരു 5 മണി അല്ലെങ്കിൽ 5:30, 6 മണി ആ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാതിരിക്കുക. വെയിറ്റ് റിഡക്ഷൻ ഏറ്റവും ബെസ്റ്റ് വേ ആണ് ഡിന്നർ നേരത്തെ ആക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡയറ്റിൽ വെജീസ് അധികമായിട്ട് ഉൾപ്പെടുത്തുക, അതായത് വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. വെജിറ്റബിൾസ് നന്നായിട്ട് ഉപയോഗിക്കുന്നത് വഴിയിട്ട് ഷുഗർ ലെവലൊന്നും പെട്ടെന്ന് സ്പൈക്ക് ആവത്തില്ല. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിലും വളരെ നല്ലതാണ്. ഉച്ചയ്ക്ക് ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്ത് കഴിക്കുകയാണെങ്കിലും, കാർബോഹൈഡ്രേറ്റ് റിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഇരട്ടിയായിട്ട് വെജിറ്റബിൾസ് ഉൾപ്പെടുത്താം. അപ്പോൾ ഒരു ചപ്പാത്തിയൊക്കെ മതിയാവും. അതിൻ്റെ കൂടെ കൂടുതലായിട്ട് സാലഡ്സ് ഉൾപ്പെടുത്താം, കുക്ക്ഡ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്താം. അത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുത്താം. അതുപോലെ പയറ്, പരിപ്പ്, കടല തുടങ്ങിയ പ്രോട്ടീൻ റിച്ച് ആഹാര സാധനങ്ങളും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഏത് സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് വെജിറ്റബിൾസും അതുപോലെ പൾസസും കൂടുതലായിട്ട് കഴിക്കുക. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹെൽത്തിയർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അധികം അസുഖങ്ങളൊന്നും എപ്പോഴും വരില്ല. ഇനി മൂന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിവിറ്റി ലെവൽ കൂട്ടുക എന്നുള്ളതാണ്. പണ്ടുള്ള ലേഡീസൊക്കെ ഒരുപാട് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായി അല്ലേ? ഇപ്പോൾ വീട്ടിൽ തന്നെ ഒരുപാട് പണിയുണ്ടാവും. അമ്മീമ്മ അരയ്ക്കുക, അതുപോലെ തന്നെ മുറ്റം അടിക്കുക, ഇതുപോലുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് അവരെപ്പോഴും ഹെൽത്തിയർ ആയിട്ടിരുന്നിരുന്നു. ഇപ്പോൾ ആണെങ്കിലും ഒരു 80-85 വയസ്സുള്ളവരൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴത്തേനും അവരവരുടെ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യുന്ന ആ പാകത്തിനായിരിക്കും. അവർ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ പോലും പല കാര്യങ്ങളും അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള ജനറേഷനൊക്കെ അത്രയും കാലമായിട്ട് ഹെൽത്തിയർ ആയിട്ട് ഇരിക്കുമോ സംശയമാണ്. കാരണം എന്താ, അവരുടെ ആക്ടിവിറ്റി ലെവല് വളരെ കൂടുതലാണ് പണ്ടുള്ളവരുടെ. പക്ഷേ ഇന്ന് അങ്ങനല്ല. ഇന്ന് എല്ലാത്തിനും മെഷീൻസ് വന്നു. അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ വന്നു, അരയ്ക്കാനായിട്ട് മിക്സി വന്നു. ഇങ്ങനെയുള്ള പല മെഷീൻസും വരുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വീട്ടിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുക. മിക്ക വീടുകളിൽ സ്റ്റെയർ ഉണ്ടാവും. കാലുവേദനയും മുട്ടുവേദനയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് സ്റ്റെയർ ഒന്ന് കയറി ഇറങ്ങുക. ഇടയ്ക്കെങ്കിലും, കണ്ടിന്യൂസ് കയറി ഇറങ്ങാനല്ല ഞാൻ പറയുന്നത്, ഇടവിട്ടിട്ട് കുറച്ച് സമയം സ്റ്റെയർ കയറുക. അതുപോലെ തന്നെ വീട്ടിൽ അത്യാവശ്യം ജോലികൾ ചെയ്യുക. എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ചടഞ്ഞുകൂടിയിരിക്കാതെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 40 സെക്കൻഡ്സ് മൈക്രോ വർക്കൗട്ടാണ്. അതായത് ഏത് തരം വർക്കൗട്ട്സ് നിങ്ങൾക്ക് ചെയ്യാം. 40 സെക്കൻഡ് ഒരു ദിവസം ചെയ്യാം. സാധാരണ വർക്കൗട്ട് ഇപ്പോൾ ജിമ്മിൽ പോയി ചെയ്യുന്നവരുണ്ടാവും, അല്ലാതെ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടാവും, ഒരു 1 hour ഒക്കെ ചെയ്യുന്നവരുണ്ടാവും, ഹാഫ് ആൻ അവർ ചെയ്യുന്നവരുണ്ടാവും. അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. വർക്കൗട്ട് ചെയ്യാനായിട്ട് വല്ലാതെ മടിയുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ 40 സെക്കൻഡ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യാം. അത് ഇടവിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ രാവിലെ 40 സെക്കൻഡ് ചെയ്തു, ഈവനിങ്ങിൽ 40 സെക്കൻഡ് ചെയ്തു, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിനൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷേ 40 സെക്കൻഡെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം പുഷപ്സ് ചെയ്യാം, അല്ലെങ്കിൽ ജമ്പിങ് ജാക്സ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് വർക്കൗട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഹാബിറ്റ് നിങ്ങൾ വളർത്തിയെടുക്കേണ്ട ഹാബിറ്റാണ്. അതായത് നിങ്ങളെപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, ലഞ്ച് കഴിക്കുകയാണ്, ഡിന്നർ കഴിക്കുകയാണ്, ഏത് സമയത്ത് കഴിക്കുകയാണെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാക്കിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വീടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും മതി. ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ തന്നെ ചിലർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് വോമിറ്റിംഗ് സെൻസേഷനൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഇരിക്കുക, അതിനുശേഷം
എങ്കിലും നടത്തം നിർബന്ധമുള്ള കാര്യം കേട്ടോ. അത് ഒരു റുട്ടീനാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.